ക്വീൻ ഓഫ് ടേഴ്സിന്റെ എപ്പിസോഡ് 3 തുടങ്ങുമ്പോഴത്തേക്കും 4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഹ്യുനുവും അവന്റെ വീടും പരിസരവും എല്ലാം തന്നെ ഹെയ്ന് കാണിച്ചു കൊടുക്കുന്നു. അവന്റെ ഫാമിലി ആകട്ടെ ഈ ഒരു ടൗണിൽ പോലും വളരെയധികം പ്രശസ്തമായ ഒരു ഫാമിലി ആണെന്നുള്ള കാര്യം കൂടി അവൻ അറിയിക്കുന്നുണ്ട്. അവന്റെ അമ്മ നടത്തുന്ന കടയുടെ മുമ്പിലേക്ക് അവൻ എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കടയിൽ ഉണ്ടായിരുന്ന ഐസ് ബാറൊക്കെ അവനും എടുത്തു കാണിക്കുന്നു. അവൾക്കും ഒരെണ്ണം നൽകുന്നുണ്ട്. അവൾ ഐസ് ബാറൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും അമ്മ ഇതൊന്നും മേടിച്ചു തന്നിട്ടില്ലേ എന്ന് അവനും ചോദിക്കുന്നു. അവളും ഇല്ല എന്നൊരു മറുപടിയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. നീയാകട്ടെ പലപ്പോഴും കീറിയ ഷർട്ടൊക്കെ ആയിരുന്നല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വിന്റേജ് മോഡൽ ഡ്രസ്സാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാത്ത അവനാകട്ടെ ഇപ്പോൾ നീയിട്ട ഈ ഒരു ഡ്രസ്സ് പോലും എന്റെ മുത്തശ്ശിക്ക് ഇടുന്ന ഡ്രസ്സിനോട് സാമ്യമുള്ളതാണെന്ന് അവളെ അറിയിക്കുന്നു. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണ്, ഇതിന്റെ വില കേട്ടാൽ നീ ഞെട്ടിപ്പോകുമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും നീ ഇനിയും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുന്നു. അവൾ ശരിക്കും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതുവരെ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോയ സന്തോഷം എല്ലാം തന്നെ ഇനി അനുഭവിക്കുവാനായിട്ട് ഞാൻ അവസരം നൽകുന്നതായിരിക്കുമെന്ന് അവൾക്ക് വാക്ക് നൽകുന്നു. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ 2 മില്യൺ വെച്ച് ഞാൻ സേവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് തുകയൊക്കെ ആയിരിക്കുന്നു. എന്തായാലും നിന്റെ ഫാമിലിക്ക് എന്തെങ്കിലും കടമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വീട്ടുന്നതായിരിക്കും. എന്റെ കയ്യിലുള്ള പണത്തെക്കാളും കൂടുതലാണ് കടമെങ്കിൽ പോലും അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഹ്യുനു അറിയിക്കുന്നു. ഹെയ്ൻ മരിക്കുവാൻ പോക്കുകയാണെന്നുള്ള ഒരു തോന്നലൊക്കെ അവളുടെ ഉള്ളിൽ തോന്നിയപ്പോഴത്തേക്കും ആയിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ചും അവൾ ഓർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹ്യുനുവും ഹെയ്നെ രക്ഷിക്കുകയാണ്. പേടിച്ചിരുന്ന ഹെയ്ന്റെ അടുത്തേക്ക് ഉൻസെയും കൂടി എത്തിയതിനു ശേഷം അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്കിപ്പോൾ റെസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഹ്യുനുവും അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളുടെ കാലും ചെറുതായിട്ടൊന്ന് ഒഴുകുന്നു. അപ്പോൾ തന്നെ അവനും അവളെ എടുത്തുകൊണ്ടൊക്കെ നടക്കുകയാണ്. കുറെ തള്ളുകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സൂചോളും ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആയിരുന്നു ഹ്യുൻവോ ഹെയ്നെയും എടുത്തോണ്ട് വരുന്നത് എല്ലാവരും തന്നെ കാണുന്നത്. സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുള്ള ഒരു മന്ത്രവാദിനെ വിളിച്ചിട്ട് മുത്തശ്ശൻ ഹണ്ടിങ്ങിനൊക്കെ പോയതാണെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ പോകാനായിട്ട് പാടില്ല എന്നും അത് അപകടം വിളിച്ചു വരുത്തുമെന്നും മന്ത്രവാദിനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ മുത്തശ്ശന്റെ ഗേൾ ഫ്രണ്ടും അമ്മേനെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹണ്ടിങ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് സൂചോൾ ഓടിയെത്തിയതിനു ശേഷം ഹെയ്ൻ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്ന വിവരമൊക്കെ അറിയിക്കുന്നത്. മുത്തശ്ശന്റെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഭാര്യ മന്ത്രവാദിനിയുടെ സ്വപ്നത്തില് കത്തിയുമായിട്ട് വന്നുവെന്നും അതുകൊണ്ട് തന്നെ മുത്തശ്ശന് അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നൊക്കെ മന്ത്രവാദിനി ഇപ്പോഴും മുത്തശ്ശന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചു പറയുകയാണ്. അവളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ പേടിപ്പിക്കുന്നുമുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരും കൂടി സംസാരിക്കുമ്പോഴത്തേക്കും ആന്റി ആകട്ടെ ഹ്യുനുവു കാരണമാണ് നിനക്ക് നിന്റെ ജീവനൊക്കെ കിട്ടിയത്, അവനോട് നന്ദി പറയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹെയ്ന്റെ അടുത്തും പറയുന്നു. പക്ഷേ സൂചോൾ ഇപ്പോഴും ഹ്യുനുവിനെ വളരെ ചെറിയൊരാളായിട്ട് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കാട്ടുപന്നികളെയൊക്കെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഷൂട്ട് ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ ഷൂട്ട് ചെയ്യുന്ന ആൾക്ക് പോലും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഒറ്റ ഷൂട്ടിന് തന്നെ അതിനെ കൊല്ലണമെങ്കിൽ അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹ്യുനുവ എന്ന കാര്യം കൂടി അച്ഛൻ അറിയിക്കുന്നുണ്ട്. പക്ഷേ അമ്മയും സൂചോളിനെ പോലെ തന്നെ ഹ്യുനുവിനെ തരം താഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു. ഹ്യുനുവോ ഇതിനു മുമ്പ് മറൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവന് ഷൂട്ടിംഗ് ഒക്കെ നന്നായി തന്നെ അറിയാം. അങ്ങനെയുള്ള വ്യക്തിനെയാണ് ഷൂട്ടിംഗ് ഒക്കെ പഠിപ്പിച്ചു തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ഹെയ്യനും ഇപ്പോൾ അനിയനെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് അവനും ഒരു പേപ്പറിലൊക്കെ സൈൻ ചെയ്യുവാനായിട്ട് പറഞ്ഞ് അത് എന്റെ നേർക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അവന്റെ കൈയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. സാധാരണ ഒരു വ്യക്തിയുടെ രീതിയിലുള്ള കൈയൊന്നും അല്ല അവന്റേത്. അവൻ എത്രത്തോളം മസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആന്റിയും ഇപ്പോൾ അവനെ കുറിച്ചൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നു. ഹിനു ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഫ്രണ്ട് പറയുന്നത്. അതായത് അവൾ ഇപ്പോൾ മരിക്കുവാനായിട്ട് പാടില്ല, മറിച്ച് അവൾ അവൾ എഴുതിയിട്ടുള്ള വിൽപത്രമൊക്കെ മാറ്റുന്നിടം വരെ നിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ മരിക്കുവാനായിട്ട് പാടുള്ളൂ എന്നും ഫ്രണ്ട് അറിയിക്കുന്നു. അപകടം നടന്ന സ്ഥലത്തൊക്കെ ഒരു അന്വേഷണം നടത്തുകയാണ് ഹിൻവുവും. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലയൊക്കെ മുറിച്ചതും പിന്നെ മൃഗങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഫുഡ് ഇട്ടതും എല്ലാം തന്നെ അവന്റെ ശ്രദ്ധയിൽ പെടുന്നത്. അതെല്ലാം മനസ്സിലാക്കുന്ന ഹിനുവും പിന്നീട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാൻ നേരത്തെ എല്ലാവരുടെയും അടുത്ത് ആ ഒരു വിവരമൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ആകട്ടെ ആരോ ഒരാൾ മനഃപൂർവ്വം മുത്തശ്ശനെ അപകടത്തിൽ പെടുത്തുവാനായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മുത്തശ്ശനും അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നേരിട്ട് പരിശോധിക്കുന്നതായിരിക്കുമെന്നും അവിടെ വെച്ച് പറയുന്നു. അച്ഛനും ഹ്യുനുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ്.
ഹെയ്നെ രക്ഷിച്ചതിന്റെ സന്തോഷമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അവൻ അതൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് കൂടി അച്ഛൻ ശ്രദ്ധിക്കുന്നു. ഹ്യുൻവു മറ്റൊരു ഫുഡൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹ്യുൻവുൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഉണ്ടാക്കാതിരുന്നതെന്നൊക്കെ കുക്കിന്റെ അടുത്തും അച്ഛൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഹ്യുൻവു ആകട്ടെ ഇതും തനിക്ക് ഇഷ്ടമുള്ള ഫുഡാണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫുഡ് മൊത്തത്തില് അച്ഛൻ ഹ്യുൻവുവിന് നൽകുന്നു. അമ്മയും സൂചോളും ഉൾസിങ്ങിനായിരുന്നു ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അവനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും 13 വയസ്സ് വരെ അവൻ ഉണ്ടായിരുന്നത് കൊറിയയിലായിരുന്നുവെന്നും അതിനുശേഷം അവനെ രണ്ടുപേരെ അഡോപ്റ്റ് ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോകുകയും പിന്നീട് അവർ മരിച്ചതിനു ശേഷം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുവാനായിട്ട് അവൻ തിരിച്ച് കൊറിയയിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അവനൊരു ഫാമിലി ഒന്നും ഇല്ല എന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശന്റെ പേരൻസ് ഒക്കെ 15ാമത്തെ വയസ്സിലായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ താൻ ഒരു ഫാമിലി ഹിസ്റ്ററിയും ഇല്ലാതെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ അവനെ കൊണ്ടും അതൊക്കെ സാധിക്കുമെന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഹണ്ടിയൊക്കെ ചെയ്യുവാനായിട്ട് പോയപ്പോഴത്തേക്കും ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളും ഇവരുടെ വീട്ടിലെ ഒരു ജോലിക്കാരനാണ്. ഇപ്പോൾ അയാളാകട്ടെ അയാളുടെ ഡോഗിനെയും കൊണ്ട് മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. അയാളുടെ മകൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീടിനൊരു തീപിടുത്തമൊക്കെ ഉണ്ടായി. ആ കുട്ടിയും അതൊന്നും അറിയാതെ കിടന്നുറങ്ങിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഡോഗൊക്കെ എണീറ്റ് വരികയും അവനെ എണീപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അന്ന് ആ കുട്ടീനെയൊക്കെ രക്ഷിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചത്. ഈ ഒരു ഡോഗ് ആകട്ടെ വളരെയധികം ബുദ്ധിയുള്ളതും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നുമാണെന്നൊക്കെ അയാൾ മുത്തശ്ശനെ അറിയിക്കുന്നു. മുത്തശ്ശനും എത്ര പണം വേണമെങ്കിലും തരുവാനായിട്ട് തയ്യാറാണെന്നും ആ ഒരു ഡോഗിനെ നൽകാമോ എന്നും അയാളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡോഗ് തനിക്കൊരു ഫാമിലി പോലെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പണം കൊണ്ട് അതിനെ അളക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അയാളും പോകുന്നു. അന്ന് രാത്രി ഉൺസെങ്ങാളെ കാണുവാനായിട്ട് എത്തിയതിനു ശേഷം 100 മില്യൺ തരുവാനായിട്ട് തയ്യാറാണെന്നും അതിന് പകരമായിട്ട് ആ ഒരു ഡോഗിനെ വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ഓരോ മിനിറ്റ് കൂടും തോറും തുകയും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ ഉൺസുങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അയാളും മനസ്സിലാ മനസ്സോടെ ഡോഗിനെ കൊടുക്കാമെന്നൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കുവാനായിട്ട് പാടില്ല എന്നാണ് സൂചോളുടെ അഭിപ്രായം. പക്ഷേ ഉൺസോങ് ആകട്ടെ വളരെയധികം ജാടയിട്ടാണ് സംസാരിക്കുന്നതെന്ന് സൂചോൾ വൈഫിന്റെ അടുത്തൊക്കെ പറയുന്നു. വൈഫും ഉണ്ടായിരുന്നത് യുഎസിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും എന്റെ അച്ഛനാകട്ടെ വീട്ടിൽ എപ്പോഴും കൊറിയൻ ഭാഷ സംസാരിക്കണമെന്ന് പറയുമായിരുന്നു. കൊറിയൻ ബുക്സും വായിക്കുവാനായിട്ട് നൽകുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും കൊറിയൻ ഭാഷയൊക്കെ ഇത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതെന്ന് അവളും അവനെ അറിയിക്കുകയാണ്. അവൻ മദ്യപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും അവളോട് കുടിക്കുവാൻ പറയുമ്പോഴത്തേക്കും അവൾ കുടിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഇനി അവനും റൂമിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവൾ ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. ഇവരിപ്പോഴുള്ളത് റിയൽ ആയിട്ടുള്ള അവരുടെ വീട്ടിലല്ല, മറ്റൊരു ഗസ്റ്റ് ഹൗസിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഹ്യുൻവുന്റെ അടുത്തും സൂചോൾ ചോദിക്കുന്നു. അതായത് ഹെയ്നും ഹ്യുൻവുനും ഒരേ റൂമൊക്കെയാണ് കിടക്കുവാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരേ റൂം ആയതുകൊണ്ട് തന്നെ ഹ്യുൻവുനും പോകുവാനായിട്ട് മടിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഒരു തവണയാകട്ടെ സൂചോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യുൻവുന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും സൂചോളിലും ഹ്യുൻവുന് ഹെയിന്റെ അടുത്തേക്ക് പോകാനുള്ള മടി കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറയുന്നതെന്ന കാര്യം സൂചോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്റെ വൈഫ് എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് സൂചോളും ഹ്യുൻവുനെ റൂമിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. സൂചോൾ തിരിച്ച് റൂമിൽ വരുമ്പോഴത്തേക്കും മദ്യക്കുപ്പിയൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അവനും ഇതാരാണ് കുടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വൈഫാകട്ടെ അവൻ തന്നെ കുടിച്ചതെന്ന് പറഞ്ഞ് അവനെയും പറ്റിക്കുന്നു. ഹെയ്ൻ കിടക്കുന്നത് കാണുന്ന ഹ്യുൻവു ആകട്ടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ആയിരുന്നു റൂമിലേക്കൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കിടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഹെയ്ൻ ഉറങ്ങിയിട്ടില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. നീ എന്താണ് വരുവാനായിട്ട് വൈകിയതെന്ന് ഹെയ്ൻ ചോദിക്കുമ്പോഴത്തേക്കും സൂചോളിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് അവനും മറുപടി നൽകുകയാണ്. പക്ഷെ അപ്പോളാകട്ടെ ഹെയ്ൻ സൂചോളിന്റെ പേരും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു. ഇത്രയും ലേറ്റ് ആയിട്ടൊക്കെ നിന്നോട് എന്തിനാണ് അവൻ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഉറങ്ങണമെന്ന കാര്യമൊന്നും അവൻ അറിയുകയില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളുടെ ഡ്രസ്സിന്റെ 2 ബട്ടണൊക്കെ അഴിച്ചു കൊടുക്കാമോ എന്ന് കൂടി അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവനും മനസ്സിലാ മനസ്സോടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നീ എന്താ കുളിക്കാതെയാണോ കിടക്കുവാനായിട്ട് പോകുന്നത്? എന്തായാലും പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ അവളും അവന്റെ അടുത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ അവനും കുളിക്കുകയാണ്. ഹെയ്ൻ ഇപ്പോഴും ഹ്യുൻവു തന്നെ രക്ഷിച്ചതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് അവൻ എന്ത് ഹാൻസം ആണെന്നും കൂടി അവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു റൂമൊക്കെ തുറന്ന് അവനും വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അവനും ബാത്റൂമിൽ മറ്റു ഡ്രസ്സൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഒരു ടവലൊക്കെ ഇട്ടിട്ടായിരുന്നു അവളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതും നോക്കി അവളും കുറച്ചു നേരം ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ അടുത്തേക്ക് ശ്രദ്ധ പോകുന്ന അവളാകട്ടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്കൊക്കെ കയറുകയാണ്. അവൻ സെക്സി ആണെന്നാണോ അവൻ വിചാരിക്കുന്നത്? അതുകൊണ്ടാണോ ഇങ്ങനെ തന്നെ കാണിക്കുവാനായിട്ട് ബോഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്നും സ്വയം ആലോചിക്കുന്നു. അപ്പോഴേക്കും ഡോറൊക്കെ തുറന്ന് ഹ്യുൻവുവും ഹെയ്നുണ്ടായിരുന്ന ബാത്റൂമിനകത്തേക്കൊക്കെ എത്തുകയാണ്. അതായത്
ഹ്യുൻവു കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിലത്ത് ഒരുപാട് വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ കിടക്കുന്നത് ഹെയ്ന് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ തന്നെ അതൊക്കെ തുടച്ചു തരാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ സാരമില്ല എന്നാണ് അവനോട് പറയുന്നത്. മുടി ഉണക്കാതെ കണ്ണാടിയിൽ നോക്കിയ നീയാകട്ടെ കണ്ടാൽ സിനിമാ നടന്മാരെ പോലെ തോന്നുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നോ ഇപ്പോൾ മുടി ഉണക്കാതെ എന്റെ മുമ്പിലും ഇതുപോലെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അവനും അല്ല എന്ന് പറഞ്ഞ് മുടിയൊക്കെ ഉണക്കുവാനായിട്ട് പോകുന്നു. അവൻ ശരിക്കും തന്നെ സെഡ്യൂസ് ചെയ്യുവാനായിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നായിരുന്നു അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു ബെഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ പോലും ഹെയ്നും ഹിനുവിനും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ആദ്യമായിട്ട് ഹിനുവിന്റെ വീട്ടിലൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്നും പറയുന്നത്. വീട്ടിലെത്തുന്ന ഹെയ്നാകട്ടെ ഹിനുവിന്റെ ഫോട്ടോസും മറ്റുമൊക്കെ നോക്കി നിൽക്കുന്നു. ഹിനുവും ഒത്തിരി വൈകിയത് കൊണ്ട് തന്നെ രാത്രിയിൽ ഇനി ഡ്രൈവ് ഒന്നും ചെയ്ത് പോകണ്ട, ഇന്ന് ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്ന് അവളോട് പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നു. ഹ്യുൻവോന്റെ റൂമൊക്കെ ഹെയ്ന് നൽകിയതിനു ശേഷം ഞാൻ അടുത്ത റൂമിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവൻ പോകുന്നുണ്ടെങ്കിലും അവനും ഉറങ്ങുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും അവളുടെ റൂമിന്റെ ജനൽ വഴി അവൻ കൊട്ടുകയാണ്. ചന്ദ്രനെ കാണുവാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് അതൊക്കെ കണ്ട് നിന്നാലോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും സമ്മതിക്കുന്നു. അന്നാകട്ടെ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ കെട്ടിപ്പിടിച്ചൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ ഉറങ്ങിയാലോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും ആകെ ഒന്ന് ഞെട്ടിയൊക്കെ ആയിരുന്നു അവളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന് അവൾ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ട് സൈഡിലായിട്ടൊക്കെ കിടക്കുന്നു. വീട്ടിലെ ജോലിക്കാരനും ഭാര്യയും കൂടി ചേർന്നിട്ട് ഉത്സവങ്ങനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് അത്രയും പണം കിട്ടുമെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ മനസ്സൊന്ന് മാറിപ്പോയി. പക്ഷെ ഇന്നലെ ആകട്ടെ ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഡോഗ് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് ഈ ഒരു പണമൊക്കെ തിരിച്ചു മേടിച്ചിട്ട് ആ ഡോഗിനെ ഞങ്ങൾക്ക് തിരികെ നൽകാമോ എന്നൊക്കെ അയാൾ മുൻസിങ്ങിനോട് ചോദിക്കുന്നു. അയാൾക്ക് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഉണിസ്യങ്ങ് കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ ആ പട്ടിക്ക് നേരെ ചൂണ്ടിയതിനു ശേഷം, നിനക്ക് കുറ്റബോധം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് മാറ്റുവാനായിട്ട് നമുക്ക് ഈ പട്ടീനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഹ്യുനുവും എത്തിയിരിക്കുന്നു. ജോലിക്കാരും ആകെ പേടിച്ചിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഹ്യുനുവോ ആകട്ടെ ഉണിസെങ്ങിന് അയാൾ പണം തിരികെ നൽകുന്നത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡോഗുമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുവാനൊക്കെ നോക്കുന്നു. നീ ഒരിക്കലും ഡോഗിനെ കൊല്ലുവാൻ ശ്രമിക്കുവാൻ പാടില്ലായിരുന്നുവെന്ന് ഹിനുവ് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ആ ഒരു ഡോഗ് അവരുടെ ഫാമിലി പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അതിനെ കൊല്ലുവാൻ പാടില്ല എന്ന് ഹിനുവ് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ടുള്ള തെരുവിലെ പട്ടികളെയൊക്കെ നമുക്ക് കൊല്ലുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഉൾസിങ്ങും ചോദിക്കുന്നു. മൊത്തത്തിൽ ഉൾസിങ്ങിന്റെ പെരുമാറ്റത്തിൽ ഹിനുവയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് കാട്ടിലെ ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആകട്ടെ കാറിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നു. ആ ഒരാളെ കാണുമ്പോൾ തന്നെ അത് നിന്റെ സഹോദരനാണെന്നൊക്കെ ഹെയിന്റെ അച്ഛനോട് മുത്തശ്ശനും പറയുന്നു. അതായത് നേരത്തെ തന്നെ മുത്തശ്ശിയുടെ അടക്കൊക്കെ കൂടുവാനായിട്ട് ഒരാൾ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അയാളെ കയറ്റി വിടുവാനായിട്ട് മുത്തശ്ശൻ തയ്യാറായിരുന്നില്ല. അതേ ആളുടെ കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. എങ്കിൽ പോലും മുത്തശ്ശന്റെ ഗേൾ ഫ്രണ്ട് ആകട്ടെ അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും അറിയിക്കുന്നു. ഇപ്പോൾ ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആരാണോ ആ ഒരു നെറ്റൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നത് എന്നതാണ്. എന്തായാലും ഇത് നിന്റെ സഹോദരൻ തന്നെയാണെന്ന് മുത്തശ്ശൻ ഉറപ്പ് പറഞ്ഞതിന് ശേഷം അവനിപ്പോൾ കൊറിയയിൽ ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കുവാനായിട്ട് മുത്തശ്ശനും ഹെയിന്റെ അച്ഛനെ ഏർപ്പാടാക്കുന്നു. ജോലിക്കാരും 20 വർഷം മുമ്പ് ഡോഗൊക്കെ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്നാകട്ടെ ആ ഡോഗിനെ കൊന്നിട്ടുണ്ടായിരുന്നത് ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയും ഒരു ഓർഫനേജിൽ ഉള്ളതായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ ക്വീൻസ് ഗ്രൂപ്പ് സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നാകട്ടെ പോലീസ് ആ കുട്ടീനെ തെളിവോടുകൂടി തന്നെ പിടിച്ചപ്പോഴത്തേക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോഗ് ആയിരുന്നു അതേന്നൊക്കെ അതിന്റെ ഓണറും ആ കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോഴാകട്ടെ ആ കുട്ടിയും നിനക്ക് പ്രിയപ്പെട്ട ഡോഗ് അല്ല എങ്കിൽ അതിനെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലേ എന്നൊക്കെ അയാളുടെ അടുത്തും ചോദിക്കുകയാണ്. ഇപ്പോൾ ഉംസിങ്ങിനെ കണ്ടപ്പോഴും അയാൾക്ക് പഴയ ആ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് അവനായിരിക്കുകയില്ല എന്ന് കൂടി അയാൾ സംശയിക്കുന്നു. വീട്ടിലെത്തുന്ന ഉൻസിങ്ങും ഹെർസാഹിനയുടെ ഹെർമാനെയൊക്കെ താൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും നമുക്കൊന്നിച്ചൊരു മീറ്റിംഗ് ഒക്കെ ഉടനെ തന്നെ വെക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുമെന്നും ഹെയ്നെ കോൾ ചെയ്ത് പറയുകയാണ്. ഹെയ്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെയിലൊക്കെ അവൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലാകട്ടെ പുതിയ മരുന്നൊക്കെ കണ്ടുപിടിക്കുകയാണ് എന്നും എങ്കിൽ പോലും അവളുടെ അസുഖമൊക്കെ ഭേദമാക്കുവാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമൊന്നും അവർക്ക് ഇല്ല എന്നുമുള്ള കാര്യമൊക്കെ മെയിൽ വഴി അയക്കുകയാണ്. അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും മരിക്കുവാൻ പോകുകയാണോ എന്ന് അവൾ തന്നെ സംശയിക്കുന്നു.
ഹെർസൈന തന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ട്രില്യൺ ഗ്രൂപ്പിലേക്ക് ഉടനെ തന്നെ അവൾ എത്തിച്ചേരുന്നതുമാണ്. ഇതുവരെ ഒരിക്കൽ പോലും ഇടാത്ത ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സൊക്കെ അവൾക്കുണ്ട്. ഒരുപാട് ഐലൻഡ് ഒക്കെ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരിടത്തും അവൾ ഒരു വിസിറ്റ് പോലും നടത്തിയിട്ടില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല സാധനങ്ങളും അവൾ മേടിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ താൻ മരിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ ഇതെല്ലാം തന്നെ വേസ്റ്റ് ആകുമല്ലോ എന്നൊക്കെ അവളും ആലോചിക്കുന്നു. അതിനുശേഷം ഹ്യുൻമൂനെ നോക്കുന്ന അവളാകട്ടെ ഏറ്റവും വലിയ വേസ്റ്റായി മാറുന്നത് നീ ആയിരിക്കുമെന്ന് അവനോട് പറയുന്നുമുണ്ട്. ഹെയ്ൻ ഓഫീസിലെത്തുമ്പോഴത്തേക്കും ഹ്യൂ വർക്ക് ചെയ്യുകയായിരുന്നു. അവളും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. വിവാഹത്തിന് 3 വർഷത്തിന് ശേഷം ഭർത്താക്കന്മാരെ വീണ്ടും കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ ഹാൻസം ആണെന്നുള്ള ഒരു തോന്നലൊക്കെ ഭാര്യമാരുടെ ഉള്ളിൽ തോന്നുമോ എന്നൊരു സംശയമൊക്കെ സെക്രട്ടറിയുടെ അടുത്തും ഹെയ്ൻ ഇപ്പോൾ ചോദിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ആ പെൺകുട്ടിയാകട്ടെ അവനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് പാവമായിട്ടുള്ള ഇവനാകട്ടെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്ന തോന്നലാണ് തോന്നുക. അവന്റെ കണ്ണിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവനെ ഹഗ് ചെയ്യുവാൻ പോലും തോന്നും. നിനക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഹെയ്ൻ സെക്രട്ടറിയുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തലച്ചോറിന് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒന്ന് സിറ്റി സ്കാൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന കാര്യമാണ് സെക്രട്ടറിയും അവളുടെ അടുത്ത് പറയുന്നത്. ഇത്രയും കാലമായിട്ടും എനിക്ക് ഒന്നിനോട് സിമ്പതി ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് പലതിനോടും സിമ്പതിയൊക്കെ തോന്നുകയാണെന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമായിട്ടൊക്കെ കണ്ട് ഹെയ്നും ഡോക്ടറിനെ ചെന്ന് കാണുന്നു. മഴയത്ത് ഒരു പൂച്ചക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ഹെയ്നാകട്ടെ കയ്യിലുണ്ടായിരുന്ന കൊടയൊക്കെ നിവർത്തി പൂച്ച നനയാതിരിക്കുവാനായിട്ട് നോക്കുകയാണ്. ഹെയ്ൻ ഒരു ദിവസം ഓഫീസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയാകട്ടെ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യാത്ത ഒരാള് കുറെ അധികം ജ്യൂസ് ഒക്കെ കൊണ്ടുപോയി ഓരോരോ എംപ്ലോയീസിന് കൊടുക്കുന്നതും അവൾ കാണുന്നു. ജോലിക്കാരല്ലാത്ത ആരെയും തന്നെ ഓഫീസിനകത്തേക്ക് കയറ്റി വിടരുതെന്നായിരുന്നു ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സെക്രട്ടറിക്ക് അറിയാവുന്ന സെക്രട്ടറിയുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് അതേ എന്നൊക്കെ അറിയിക്കുന്നത്. അയാൾക്ക് കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കുട്ടി ഇപ്പോഴും ഉള്ളത് ഇൻക്യുബേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തുക ചെലവുമാക്കും. ഇങ്ങനെ ജ്യൂസൊക്കെ വിറ്റിട്ട് അധികം പണമൊന്നും അയാൾക്ക് കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഓഫീസിലേക്ക് വന്ന് ഇത് വിറ്റോളുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അയാൾ ഇനി ഒരിക്കലും ഇവിടെ എത്തുകയില്ല എന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി എന്നുവരെയാണോ ഇൻക്യുബേറ്ററിൽ കിടക്കുക അന്ന് വരെ അയാളോട് ഇവിടെ വന്നോളാൻ പറഞ്ഞോളുവാൻ ഹെയ്നും ആവശ്യപ്പെടുന്നു. മറ്റൊരു എംപ്ലോയി ആകട്ടെ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ് എന്നും പക്ഷെ അമ്മയ്ക്ക് വേണ്ടി തന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ആ ഒരു തുകയെല്ലാം തന്നെ എന്റെ വിവാഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നവയാണെന്ന് പറഞ്ഞ അതെടുക്കുവാൻ പോലും അമ്മ തയ്യാറാകുന്നില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ അവളും ഒരുപാട് കരയൊക്കെയാണ്. അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹേനും കേൾക്കുന്നു. അവർ പോയതിനു ശേഷം ആദ്യം ഹെയ്ൻ കുറച്ച് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് അസുഖമുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റും ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ദുഃഖത്തിലും പങ്കുചേരാത്ത ഒരാളാണ്. പെട്ടെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഒരു പക്ഷേ എന്റെ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതാണോ, അതോ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഹെയ്നും ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നു. മരിക്കുന്നതിന്റെ വക്കിലെത്താറാകുമ്പോഴത്തേക്കും ചില പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നതിന്റെ വക്കിൽ പലതവണ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ സംഭവിച്ച് ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് എന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് വരെ കാത്തിരിക്കുവാനായിട്ടാണ് ഹെയ്നും ഡോക്ടറിന്റെ അടുത്തൊക്കെ പറയുന്നത്. ഹ്യുനുവോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അച്ഛന്റെ സഹോദരനെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു. വന്യമൃഗങ്ങളൊക്കെ അതിർത്തി കടന്നു വരുവാനായിട്ട് വേണ്ടി ആരോ ഒരാൾ നെറ്റൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു എന്നും അതിനുശേഷം അതിനെ അകത്തേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യവും എല്ലാം തന്നെ ഹെയ്ന്റെ അച്ഛനും ഇപ്പോൾ സഹോദരനെ അറിയിക്കുകയാണ്. എന്റെ മകൾ മരണത്തിന്റെ തൊട്ടു മുമ്പിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പോലും നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ അച്ഛന്റെ അടുത്തും സഹോദരൻ ചോദിക്കുകയാണ്. പിന്നീട് അന്ന് നടന്ന കാര്യം കൂടി പറയുന്നു. എല്ലാ വർഷവും ഒരേ ദിവസമായിരിക്കും ഫാമിലി ഹണ്ടിങ് ഡേ ഒക്കെ ആഘോഷിക്കുക. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഹണ്ടിങ് ഡേ എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു ഞാനും അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അച്ഛന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സിൽഹിനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഉറങ്ങുകയാണെന്നൊക്കെ ആയിരുന്നു അവളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറെ നേരമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ എന്നോട് പോകുവാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനും അവിടെ നിന്നും പോയി. അല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് അയാളും ഇപ്പോൾ പറയുന്നത്. എനിക്ക് എന്റെ അച്ഛനെ ഒരിക്കൽ കൂടി കാണുവാനായിട്ടുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ സഹോദരനും ഹെയ്ന്റെ അച്ഛനോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഹെയ്ന്റെ അച്ഛൻ അതിന് തയ്യാറാകുന്നില്ല. അച്ഛനും ഇപ്പോൾ ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി കഴിഞ്ഞിരിക്കുന്നു.
ഇതുവരെ 7 കേസോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു കേസ് എല്ലാം തന്നെ നോക്കി നടത്തുന്നതും ഹിനുവോ ആണ്. അവനും ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം അച്ഛനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെത്തുന്ന അച്ഛനും സുൽഹിനെ കണ്ടതിന് ശേഷം എന്റെ സഹോദരനെങ്ങാനും കഴിഞ്ഞ ആ ഒരു ദിവസം മുത്തശ്ശനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സുൽഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അയാളെ കണ്ടിട്ടേ ഇല്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു സുൽഹിയും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ എല്ലാ ദേഷ്യവും അവനുണ്ട്. ഒന്നും നഷ്ടപ്പെടുവാനില്ലാത്തവനാണ് അവൻ. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അവനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. അവൻ നമ്മളെ ചതിക്കുമെന്നൊക്കെ ആയിരുന്നു സുൽഹിയും അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയും ഗ്രേസ്കോനെ കണ്ടതിന് ശേഷം ഉൻസിംഗുമായിട്ട് ബിസിനസ് ഒക്കെ നടത്തുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയാണ്. പക്ഷേ ബിസിനസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെക്കുറിച്ച് നന്നായി തന്നെ ആലോചിക്കണമല്ലോ. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉൻസിംഗിനെ നല്ലതുപോലെ തന്നെ വാച്ച് ചെയ്തതിനു ശേഷം അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കണമെന്നാണ് ഗ്രേസ്കോയോട് പറയുന്നത്. ഓൺസിംഗ് ഹോട്ടലിലെത്തി കഴിയുമ്പോഴത്തേക്കും ഓൺസിംഗിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഗ്രേസ്കോയും പോകുന്നു. പക്ഷെ ഗ്രേസ്കോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉൻസിംഗ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രേസ്കോ വന്ന കാര്യം എല്ലാം തന്നെ ഉൻസിംഗിനെ അറിയിക്കുന്നു. അതിനുശേഷം ഹെയ്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തുള്ള വലിയ വലിയ ഫാമിലീസിന്റെ എല്ലാവരുടെയും കല്യാണമൊക്കെ നടത്തുന്നത് ഞാനാണ്. പക്ഷെ ഹെയിന്റെയും ഹിനുവിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാതെ പോയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പലരും ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ഹെയ്നെയും ഹിനുവിനെയും തമ്മിൽ പിരിക്കുകയും പിന്നീട് ഞാൻ പറയുന്ന ഒരാളെ ഹെയ്ൻ വിവാഹം കഴിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടി ഗ്രേസ്കോ പറയുന്നു. ആ ഒരു കാട്ടുപന്നി ഹെയ്നെ ആക്രമിക്കുവാനായിട്ട് വന്നതിന് പിന്നിൽ ഗ്രേസ്കോയും ഊൺസിംഗും ആയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഹിനുവ് കയറി വരുമെന്ന കാര്യം അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് കൂടി ഗ്രേസ്കോ ഊൺസിംഗിന്റെ അടുത്ത് പറയുന്നു. ഹെയ്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഹിനുവിന് അധികം സൗഭാഗ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹെയ്നെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഫാമിലിയിലുള്ള എല്ലാവരും അവനെ നല്ല രീതിയിലൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സാധാരണ മീറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭാഗമൊക്കെ ആയിരിക്കും ഹിനുവിന് കിട്ടുക. പക്ഷെ ഇത്തവണയാകട്ടെ എന്റെ അമ്മായി അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പീസ് തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും അറിയിക്കുന്നു. ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. അതിനത്രയ്ക്ക് കോംപ്ലിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിൽ നീ ഒരിക്കലും സംസാരിക്കരുത്. മറിച്ച് നീ എന്തോ വലിയ സംഭവമാണ് ചെയ്തതെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഹെയ്നെ രക്ഷിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് ഹെയ്ന് വേണ്ടി മാത്രമാണ് ചെയ്തത്. നീ അങ്ങനെയൊക്കെ വേണം എല്ലാവരോടും പറയുവാൻ. അങ്ങനെ അതിന്റെ എല്ലാ ക്രെഡിറ്റും നീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം. നീ അങ്ങനെ ഒരുപാട് ക്രെഡിറ്റ് ഒക്കെ മേടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് സാധനങ്ങളും ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. ഇപ്പോൾ തന്നെ നീ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതെല്ലാം തന്നെ ഹെയിന്റെ സ്വന്തമാണ്. പക്ഷേ നീ ഇപ്പോഴത്തെ ക്രെഡിറ്റ് ഒന്നും മേടിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഹെയിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് നിന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടുന്നതുമായിരിക്കും. പഴയ നിന്റെ വീട്ടിലേക്ക് നിനക്ക് മടങ്ങി പോകേണ്ടതായിട്ടും വരും. അടുത്തതായിട്ട് ഹിനുവിന്റെ ചേട്ടനെ കാണിക്കുകയാണ്. ചേട്ടനും ബോക്സിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. എന്റെ മകന് ബോക്സിംഗ് അല്ല മറിച്ച് ടൈക്കോണ്ടോ പഠിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഒരമ്മയാകട്ടെ മകനെയും കൂട്ടിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു. നിനക്ക് എന്തുകൊണ്ടാണ് ടൈക്കോണ്ടോ ഇഷ്ടമെന്നൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ബെൽറ്റ് ഒക്കെ ഉണ്ടെന്നായിരുന്നു കുട്ടിയുടെ മറുപടി. അത് കേൾക്കുന്ന ചേട്ടനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ബെൽറ്റ് ഒക്കെ എടുത്തിട്ടതിന് ശേഷം അതിനേക്കാളും നല്ല ബെൽറ്റ് അല്ലേ ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാകട്ടെ ആ കുട്ടിയും ടേക്കോണ്ടോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുവാൻ സാധിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനോടും പറയുന്നു. അതിനെന്താ എനിക്കും ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡൊക്കെ തല്ലി പൊട്ടിക്കുവാനായിട്ട് നോക്കുകയാണ്. അമ്മയാകട്ടെ വേണ്ട വേണ്ട എന്ന് അവനോട് പലതവണ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ തലകൊണ്ട് വരെ അവനത് പൊട്ടിച്ചു കാണിക്കുന്നു. പിന്നീടാകട്ടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പഠിക്കുന്നത് ടൈക്കോണ്ടോ ആണ്. അതുകൊണ്ടാണ് എനിക്കും അത് ഇഷ്ടമെന്നൊക്കെ ആ കുട്ടി പറയുമ്പോഴത്തേക്കും എന്റെ മകൻ നിന്റെ അതേ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. അവനും ബോക്സിങ്ങും അതുപോലെ തന്നെ ഗെയിംസ് കളിക്കുവാനും ഇഷ്ടമാണ്. നീയും അവന്റെ കൂടെ കൂടിക്കോ. അതാകുമ്പോഴത്തേക്കും ഒന്നിച്ച് നിങ്ങൾക്ക് ഇവിടെ വരികയും ഈ ഗെയിംസ് ഒക്കെ കളിക്കുകയും ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ ചേട്ടനും ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് മാർക്ക് കുറവാണെന്നൊക്കെ അവനും ഉറക്കെ പറയുകയാണ്. അമ്മയും പെട്ടെന്ന് തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. തലയും കൊണ്ടൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ബോർഡ് പൊട്ടിക്കുവാനായിട്ടൊക്കെ ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ തലയൊക്കെ മുറിഞ്ഞിട്ട് രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെയ്നും ഹിനുവും ഡിവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ചേച്ചിക്കും ചേട്ടനും ആലോചിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയും ഹെയ്നെ ഒരുപാട് തവണ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിയോൾ വരെ ഒന്ന് പോകാം, എന്നിട്ട് ഹെയ്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഡിവോഴ്സിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാമെന്നൊക്കെ അവരും തീരുമാനിക്കുകയാണ്. നമ്മളാകട്ടെ പ്ലാൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഹെയ്ൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയുവാനേ പാടില്ല.
നമ്മൾ പ്ലാൻ ചെയ്താണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് അവൾ അറിയിക്കുകയാണെങ്കിൽ നിന്നെ തന്നെ അവൾ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നൊക്കെ ഫ്രണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹ്യുൻവുവും ഇത് നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രഹസ്യമായിട്ടിരിക്കുമെന്ന കാര്യവും ഉറപ്പാണെന്നൊക്കെയാണ് ഫ്രണ്ടിനോട് പറയുന്നത്. ചേച്ചിയോട് ചേട്ടനും നമുക്ക് ഹിനുവിനെ വിളിച്ച് ഹേനെ കാണുവാൻ പോകുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരിക്കലും ഹിനുവ അറിയുവാനായിട്ട് പാടില്ല. അതിനു മുമ്പേ നമ്മൾ ഹേന്റെ മനസ്സ് മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സിയോളിലേക്കൊക്കെ പോകുകയാണ്. നമ്മൾ എന്താണ് അവരുടെ അടുത്ത് പറയുക എന്നൊക്കെ ആയിരുന്നു എംപ്ലോയീസിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ആലോചിക്കുന്നത്. പക്ഷെ ചേച്ചിയും നിങ്ങൾ ഡ്രാമാസ് ഒന്നും കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ വലിയ ഓഫീസിലൊക്കെ നമ്മൾ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന സെക്രട്ടറി ആകട്ടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ അറിഞ്ഞു വെച്ചിരിക്കുന്നവരായിരിക്കും. നമ്മളെ കണ്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഹെയ്നെ കോൾ ചെയ്തതിന് ശേഷം നിന്റെ ഹസ്ബൻഡിന്റെ സഹോദരി എത്തിയിരിക്കുന്നു എന്നൊക്കെ അവളോടും പറയും. അങ്ങനെ അവളും നമ്മളെ കാണുവാൻ വരുമെന്നൊക്കെ ആയിരുന്നു ചേച്ചിയും വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ റിസപ്ഷനിലെത്തി കഴിയുമ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റും അവരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയും കയ്യിലുണ്ടായിരുന്ന ഫോണില് കല്യാണത്തിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വെഡിങ് ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കയറ്റി വിടണമെന്നൊക്കെ ചേച്ചി വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ പോലും അവരും അകത്തേക്ക് കയറ്റി വിടുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുവഴി നടന്നു പോയിട്ടുണ്ടായിരുന്ന ഹെയ്ൻ ഇവരെ രണ്ടുപേരെയും കാണുകയും തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്കൊക്കെ പോകുന്നു. ചേട്ടനും തിരിച്ച് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങളെ തിരിച്ചറിയാതെ പോയതിൽ ഞങ്ങൾ നിന്നെ ശിക്ഷിക്കുകയൊന്നുമില്ല. ഞങ്ങൾ അത്രയ്ക്ക് ദുഷ്ടരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഹെയ്നെ ഒരുപാട് തവണ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടം വരെ താൻ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും അറിയില്ലാത്ത നമ്പറിൽ നിന്നും കോളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ സാധാരണ ഈ ഫോണൊന്നും എടുക്കാറില്ല എന്നായിരുന്നു ഹെയ്ന്റെ മറുപടി. അപ്പോഴാണ് ചേച്ചിയുടെ നമ്പർ ഒന്നും തന്നെ അവൾ സേവ് ചെയ്തിട്ടില്ല എന്ന കാര്യവും അവൾ മനസ്സിലാക്കുന്നത്. അച്ഛന്റെ 60ാമത്തെ ബർത്ത്ഡേനെ കുറിച്ചൊക്കെ ചേച്ചി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് വരാതിരുന്നതിന്റെ ദേഷ്യമൊക്കെ തീർക്കുവാനായിട്ടാണോ ചേച്ചി ഇപ്പോൾ എത്തിയതെന്നായിരുന്നു ഹെയ്ൻ ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴും അതല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയും റിയൽ ആയിട്ടുള്ള കാര്യമൊക്കെ പറയുവാനായിട്ടും തുടങ്ങുന്നു. നിന്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹിനു എന്ന കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്കും വിവാഹമൊക്കെ കഴിച്ച് അതുപോലത്തെ ഒരു വ്യക്തിയോട് കൂടി ജീവിക്കേണ്ടി വന്നല്ലോ. എങ്കിലും നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ എന്റെ കാര്യം തന്നെ വെക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവ് ചൂടുകാലമൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും AC ഓൺ ആക്കിയിടും. പക്ഷെ അങ്ങനെ AC ഓൺ ആക്കുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ തണുപ്പാണ് ഫീൽ ചെയ്യുക. ഞങ്ങൾ ആ ഒരു കാര്യവും പറഞ്ഞ് എപ്പോഴും തല്ലുകൂടാറുണ്ടെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ചെറിയ കാര്യമൊന്നും പറഞ്ഞ് തല്ലുകൂടാറില്ല. ഞങ്ങൾ രണ്ടുപേരും 2 റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 AC ആണുള്ളത്. ഒരാള് ഓഫ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളുടെ AC തനിയൊന്നും ഓഫ് ആകുകയില്ല എന്നൊക്കെ ആയിരുന്നു ഹെയ്നും മറുപടി നൽകുന്നത്. ഞാനും അവന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്ത് അവനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ ഭാഗമല്ല, മറിച്ച് ക്വീൻസ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നിടം വരെ നീ അവരുടെ കൂടെയാണ് ഉണ്ടാകേണ്ടതെന്നെല്ലാം തന്നെ. തിരിച്ച് വീട്ടിലേക്ക് വരരുതെന്ന് വരെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി പറയുകയാണ്. പിന്നീട് ഡിവോഴ്സിന്റെ കാര്യം പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സെക്രട്ടറിയും അകത്തേക്ക് വന്നിട്ട് ഹെർമാനുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉടനെ ആരംഭിക്കുന്നതായിരിക്കുമെന്നും എത്രയും വേഗം ഹെയ്നോട് താഴേക്ക് ചെല്ലുവാനായിട്ടും ആവശ്യപ്പെടുന്നു. ചേച്ചിയും ചേച്ചിയുടെ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്യാമോ എന്നും എത്രയും വേഗം പറയുവാനുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കുന്നതായിരിക്കുമെന്നും ഹെയ്ന്റെ അടുത്ത് പറയുകയാണ്. ഉടനെ തന്നെ ഒരു ദിവസം അവരെ കാണുവാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടി ബിൽഡിംഗ് ഒക്കെ നൽകിയതിൽ ചേട്ടനും അവളുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നു. ഹെയ്നും അങ്ങനെ ഒരു ബിൽഡിംഗ് കൊടുത്തതിനെ കുറിച്ച് പോലും ഓർക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സെക്രട്ടറി പറയുമ്പോഴത്തേക്കുമാണ് കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. ഹെയ്നും ഹെർമാനെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ സെക്രട്ടറിയും അവളോട് ചോദിക്കുന്നു. അവരും ഒരു AC കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് സെക്രട്ടറിനെ അറിയിക്കുന്നത്. ഹേയ്നും ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ഹെർമാൻ ഉണ്ടായിരുന്നില്ല. ഉൺസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെർമാൻ എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയാളുടെ മകളാകട്ടെ നേരെ നിൽക്കുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ വിവരം അറിഞ്ഞതിന് ശേഷം അയാളും വീട്ടിലേക്ക് പോയതായിരുന്നു എന്ന കാര്യമൊക്കെ ഉൺസിങ്ങും അറിയിക്കുന്നു. അയാൾ തികച്ചും ഒരു ഫാമിലി മാൻ ആണെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും ഫാമിലി മാൻ ആയതുകൊണ്ടാണല്ലോ 4 തവണ ഡിവോഴ്സ് ഒക്കെ ചെയ്യുകയും 60ാം വയസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഹെയ്നും തമാശയായിട്ട് ചോദിക്കുന്നു. ഹെർസനയുടെ ബ്രാൻഡൊക്കെ തുടങ്ങുവാനായിട്ട് അവരുടെ ഷോപ്പില് എങ്ങനത്തെ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളുമാണ് നടത്തേണ്ടതെന്ന് പോലും ഹെർമാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഇപ്പോൾ ഹെയ്നും മുൻസിങ്ങും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്യുന്നു. ഹെനു വർക്കിന്റെ ഭാഗമായിട്ട് ഓഫീസിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള എംപ്ലോയിയും ഹെയ്ന്റെ സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത്
ഉൻസിങ്ങുമായിട്ട് ഹെയ്ന് രാത്രി ഒരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവൾ വരുവാനായിട്ട് വൈകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. നീ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുവാനായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല എന്നൊക്കെ ആ എംപ്ലോയിയും പറയുന്നു. ഹെയ്ന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ 2 ഫ്ലോറൊക്കെയാണ് ഹിർസൈനയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. മാത്രമല്ല നല്ല ഫാൻസി ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റെപ്സും ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള പല സജഷൻസും ആയിരുന്നു ഹെർമാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു രീതിയിലൊന്നും നടപ്പിലാക്കുന്ന കാര്യമല്ല. വളരെയധികം കാശ് മുടക്കൊക്കെയുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അയാളും ഒരു അപ്രൂവൽ ഒക്കെ നൽകുക. സെക്രട്ടറി ക്യുമും ഹിനുവിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്നതിനെ കുറിച്ചൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഹിനുവും ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ അറിയുന്നത്. നീ വളരെയധികം ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും ഡിവോഴ്സ് ഒക്കെ ഇത്രയ്ക്ക് പെട്ടെന്ന് വേണോ? നിനക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? എന്തായാലും തെറ്റെല്ലാം തന്നെ ഹിനുവിന്റെ ഭാഗത്താണെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുൻബുവും ചേച്ചിനെ കോൾ ചെയ്യുന്നത്. ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഹേനോട് സംസാരിക്കുവാനായിട്ടാണ് താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നും പക്ഷെ സംസാരിക്കുവാൻ പറ്റാതെ പോയത് കൊണ്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുവെന്നും ചേച്ചി ഇപ്പോൾ ഹ്യുനുവിനെയും അറിയിക്കുന്നു. പക്ഷെ അപ്പോൾ മാത്രമായിരുന്നു ഹെയിന്റെ അടുത്ത് ഡിവോഴ്സിനെ കുറിച്ച് ഇതുവരെ താൻ സംസാരിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ആകട്ടെ ഡിവോഴ്സ് വേണമോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള കാര്യമൊക്കെ ഹ്യുനുവും ചേച്ചിനെ അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ചേച്ചിയും ആകെ ഞെട്ടുന്നു. ഹ്യുനുവും ഹെയിനെ പലതവണ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഉൻസിങ്ങും ഹെയിൻ അറിയാതെ അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. നീ സാധാരണ എല്ലാവരുടെയും അടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണല്ലോ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിച്ച നിന്റെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ഉൻസിങ്ങും ഹെയിന്റെ അടുത്ത് ചോദിക്കുന്നു. അവന് വളരെ നല്ലൊരു വ്യക്തിയാണ്. നീ തന്നെ കണ്ടതല്ലേ, അന്ന് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സമയത്ത് പോലും അവൻ എന്നെ രക്ഷിക്കുവാനാണ് നോക്കിയത്. ഹെയിൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉൻസിങ് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നു. ഒന്നും വിചാരിക്കാതെ പെട്ടെന്ന് നിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് അവൻ നിന്നെ രക്ഷിച്ചു എന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. അവനും അതിനെ ഷൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ മടിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് നിന്റെ മുമ്പിലേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൺസിങ്ങും പറയുന്നു. ഹ്യുൻവുവും ഹെയ്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്ത് വീട്ടിൽ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷെ വീട്ടിലും ഹെയ്ൻ ഉണ്ടായിരുന്നില്ല. ഇതാണ് നീയും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള വ്യത്യാസം. നീയാകട്ടെ അകലെ നിന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആകട്ടെ എന്നെ ആയിരുന്നു നോക്കിയത്. അവൻ എന്നെയാണ് രക്ഷിച്ചത്. ഹെയ്ൻ അങ്ങനെ ഒരു മറുപടിയൊക്കെ നൽകുമെന്ന് ഉൻസിങ് ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ട് എന്ന വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയൊക്കെ ഹെയ്ൻ നൽകുകയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒന്നല്ല പ്രണയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു വേദന ഉണ്ടായാലും രണ്ടുപേരും ഒന്നിച്ച് ആ ഒരു വേദന സഹിക്കുക. ആ ഒരു സമയത്ത് പങ്കാളിനെ ഉപേക്ഷിച്ചു പോകാതെ കൂടെ നിൽക്കുക. കൂടെയുള്ള ആൾക്ക് വലിയൊരു കടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അയാളെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അതൊക്കെയാണ് പ്രണയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ ഉറപ്പായിട്ടും എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് ഹെയ്നും അറിയിക്കുന്നു. ഹെയിന്റെയും ഹ്യുനുവിന്റെയും ഇടയ്ക്ക് സംശയത്തിന്റെ വിത്തൊക്കെ വിതയ്ക്കുക എന്നതായിരുന്നു ഉൺസിങ്ങിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവനും ഈ ഒരു കാര്യം പറയുമ്പോൾ പോലും നീ ഒട്ടും തന്നെ കോൺഫിഡന്റ് അല്ല എന്നൊക്കെ ഹെയ്നോടും പറയുന്നു. ഹെയ്നെ കാത്ത ഹ്യുനുബുവും വീടിന് വെളിയിലായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹെയ്ന്റെ കാറെത്തി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഉൺസിങ് ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ എന്തെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഒരുപാട് മദ്യപിച്ചിട്ടിരിക്കുകയാണ് എന്ന മറുപടി ഉൺസിങ്ങും നൽകുന്നു. ഹ്യുൻബുവും ഹെയ്നെ നോക്കുമ്പോഴത്തേക്കും അവളും ബോധമില്ലാതെ കിടന്നുറങ്ങുകയായിരുന്നു. ഹെയ്ൻ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിടന്നുറങ്ങാറൊക്കെയുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി നീ വെയിറ്റ് ചെയ്യുക, ആ നേരം കൊണ്ട് അവൾ എണീറ്റോളും. നീ അകത്ത് പോയി വിശ്രമിച്ചോ, ഞാനും അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അവളിങ്ങനെ മദ്യപിക്കാറൊന്നും ഉള്ളതല്ല. പക്ഷെ ഇത്രയ്ക്ക് ബോധമില്ലാതെ കിടന്നുറങ്ങണമെങ്കിൽ അവളെ എത്രത്തോളം നീ കുടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു ദേഷ്യത്തോടു കൂടി തന്നെ ഹ്യുൻവുവും ചോദിക്കുന്നത്. അവരങ്ങനെ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹെയ്നും എണീക്കുകയാണ്. അവളും നാളെ കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നല്ലേ നീയും ഹെർമാനുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ വെച്ചത്, ഇനി എന്തിനാണ് നാളെ കാണുന്നതെന്നൊക്കെ ഹ്യുൻവുവും ചോദിക്കുന്നു. അപ്പോഴായിരുന്നു ഹെർമാൻ ഇന്ന് വന്നില്ല എന്നും ഞാനും ഹെയ്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള കാര്യമൊക്കെ ഓൺസിങ്ങും ഹ്യുനുവിനെ അറിയിക്കുന്നത്. പിന്നെ നീ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഓറഞ്ച് ജ്യൂസ് ഒക്കെ അല്ലേ കുടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുടിക്കാനായിട്ട് മറക്കേണ്ടെന്നും കൂടി ഉൺസിങ് അവളുടെ അടുത്ത് പറയുകയാണ്. ഹെയ്നെ നന്നായി നോക്കണമെന്ന് ഉൺസിങ് ഹ്യുനുവിന്റെ അടുത്തും പറയുന്നു. പക്ഷെ അതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന ഹ്യുനുവോ ആകട്ടെ
അവനോട് കാറിലൊക്കെ കയറിയിരുന്നോ, നിന്നെ വീട് വരെ കാറുകാരൻ എത്തിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത്രയും കാലം ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ആയിരുന്നു ഞാൻ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒരു കാര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ ചെയ്യാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യുവാനായിട്ട് പോകുകയാണെന്ന് ഹെയിലും ഹ്യുനുവിനെ അറിയിക്കുന്നു. എനിക്ക് എന്തായാലും 3 മാസം കൂടിയല്ലേ ഇനി ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ചതിച്ച പലരെയും എനിക്ക് കൊല്ലേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും നീ വേണം ആ ഒരു കേസൊക്കെ വാദിക്കുവാൻ. എങ്ങനെയൊക്കെ പോയാലും 3 മാസത്തെ ട്രയൽ എങ്കിലും നടക്കുന്നതായിരിക്കും. ആ ഒരു സമയം കൊണ്ട് ഞാൻ മരിക്കുകയും ചെയ്യും. അത് വളരെ നല്ലൊരു ഐഡിയ ആണെന്നുള്ള കാര്യമൊക്കെ ഹെയ്നും ഹ്യുനുവിനെ അറിയിക്കുന്നു. ഹ്യുനുവും ഹെയ്ന്റെ ബാഗൊക്കെ പേടിച്ചിട്ട് അവളെ നോക്കി കഴിയുമ്പോഴത്തേക്കും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരിക്കലും എന്നെ ചതിക്കുകയില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അവളും അറിയിക്കുന്നു. ഇനി അവളുടെ ബാഗിന്റെ അകത്തൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ബാഗിൽ ഫോൺ ഇല്ല എന്ന കാര്യമൊക്കെ ഹിനുവും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ഫോൺ എവിടെയാണ്? ഞാൻ ഒരുപാട് തവണ നിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോഴായിരുന്നു അവളും ഫോൺ കയ്യിലില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവളത് കാറിൽ വെച്ച് മറന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവനും ഓടിപ്പോയി കാറുകാരനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവളുടെ പോക്കറ്റിൽ നിന്ന് അവൾക്ക് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളും ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്നു. പക്ഷെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഒരുപാട് മെസ്സേജസ് ഒക്കെ തെരെ അവളുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി അയച്ച മെസ്സേജ് ഒന്നും അവൾ കാണാതിരിക്കുവാനായിട്ട് അവനും ഓടിപ്പോയി അവളുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തെറിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് നീ എന്റെ കയ്യിലൊക്കെ കയറി പിടിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഫോൺ കിട്ടിയില്ലേ, അതിന്റെ സന്തോഷം കൊണ്ട് കയ്യിൽ പിടിച്ചതാണെന്നായിരുന്നു അവനും മറുപടി നൽകിയത്. ഹ്യുനുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് കോൺഫിഡൻസോട് കൂടി പറഞ്ഞ ഒന്നല്ല എന്നൊക്കെ സിംഗും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. എന്തുകൊണ്ടായിരുന്നിരിക്കാം ഞാൻ അത്രയ്ക്ക് കോൺഫിഡന്റ് അല്ലാതെ പോയതെന്ന് അവൾ ഓർത്തതിന് ശേഷം അവളും ഇപ്പോൾ താൻ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് പറഞ്ഞ് അവനെയും കിസ് ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ക്വീൻ ഓഫ് ടീയേഴ്സിന്റെ 3rd എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. 3 വർഷം മുമ്പ് ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് ഹണിമൂണൊക്കെ ആഘോഷിക്കുവാനായിട്ട് ജർമ്മനിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഹാപ്പി പ്രിൻസിന്റെ കഥയൊക്കെ നീ കേട്ടിട്ടുണ്ടോ എന്ന് ഹിനുവ് ചോദിക്കുമ്പോഴത്തേക്കും ഹെയ്നും ആ ഒരു ബുക്കൊക്കെ വായിച്ച സമയത്താകട്ടെ തന്റെ വീട് വിട്ടു പോകുകയാണെങ്കിൽ ഒരുപാട് ദുരിതമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന ഒരു സത്യമായിരുന്നു താനും ആ ഒരു ബുക്കൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ഹാപ്പി പ്രിൻസ് ഒക്കെ ജീവിച്ച സ്ഥലമാണ് ഇതേന്ന് പറഞ്ഞ് ഒരു പാലസ് കൂടി അവൻ കാണിച്ചു കൊടുക്കുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന രത്നങ്ങളും കണ്ണുപോലും അവന് കൊടുക്കേണ്ടതായിട്ട് വന്നില്ലേ എന്നൊക്കെ ഹിൻ ചോദിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് അവനെ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത്. ഹ്യുനു അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അവന്റെ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സ്വഭാവം മാറ്റേണ്ടതായിട്ടില്ല. മറിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരേ സ്വഭാവത്തോടു കൂടി വേണം ജീവിക്കുവാനെന്ന് ഹെയ്നും അവന് പറഞ്ഞു കൊടുക്കുന്നു. ഹെയ്നും ഇപ്പോൾ കമ്പനിയിലുള്ള വർക്കേഴ്സിന്റെ ഫാമിലിനെ സഹായിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ഒരു എംപ്ലോയി ബാത്റൂമിൽ വെച്ച് കരയുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എങ്കിൽ പോലും അവളും അവളുടെ സ്വഭാവത്തിൽ ഒരു സിമ്പതിയും കൊണ്ടുവന്നിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ ഫാമിലിക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നന്നായി വർക്ക് ചെയ്യുവാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായി പ്രൊഡക്ട്സ് ഒന്നും വിൽക്കുവാനും സാധിക്കുകയില്ല. എനിക്ക് നഷ്ടവും വരും. എങ്ങനെ ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ബാത്റൂമിലിരുന്ന് അവർ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുള്ള മേക്കപ്പ് പോകും. പിന്നെ അവരുടെ ആ ഒരു സൗന്ദര്യവും പോകും. ഞാൻ ആരെയും സഹായിക്കുവാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. മറിച്ച് എന്റെ കമ്പനി കുറച്ചുകൂടി നേട്ടത്തിലൊക്കെ കൊണ്ടുവരുവാനായിട്ടാണെന്നായിരുന്നു ഹെയ്നും സെക്രട്ടറിയുടെ അടുത്ത് പറയുന്നത്.